ചെയ്തിരുന്നുവല്ലോ ഡോക്ടർ ബി ജയരാജ്. ശ്രീത് പണിക്കർ പ്രൊപ്പഗാണ്ട സിനിമ എന്നാണല്ലോ കേരള സ്റ്റോറിയെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ പ്രൊപ്പഗാണ്ട സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും അവാർഡ് നൽകി. ആരാണോ ആ പ്രൊപ്പഗാണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചത് അവർ തന്നെ അംഗീകാരം നൽകി. അങ്ങനെയുള്ള വിമർശനമാണ് ഇപ്പോൾ വരുന്നത്. നോക്കൂ, ഇത് ഒരു സിനിമയ്ക്ക് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അവാർഡ് കൊടുക്കുന്ന സമയത്ത് അതിനോട് വിയോജിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലത്തേക്ക് ആയിരിക്കണമെന്നില്ല ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചിന്തിക്കുന്നത്. തന്നെയുമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് നമ്മുടെ ഒരു ആസ്പെക്റ്റിൽ, നമ്മുടെ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ആ സിനിമയെ വിലയിരുത്തുന്നത് പോലെ ആവണമെന്നില്ല ദേശീയ അവാർഡിന് പരിഗണിക്കുന്ന ഒരു സിനിമയെ അവർ വിലയിരുത്തുന്നത്. കാരണം അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. നമ്മളൊരു പക്ഷേ ഒരു സിനിമ കാണുന്ന സമയത്ത് അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റോൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേശീയ അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഒരു സിനിമയുടെ ഒറിജിനാലിറ്റി, അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമാണ്. ലാംഗ്വേജ്, ഒപ്പം അതിൻ്റെ എത്രത്തോളം ആ പടം ഇൻക്ലൂസീവ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമാണ്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഇവർ സിനിമയെ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകാം, അതിൽ തർക്കമില്ല. പലപ്പോഴും രാഷ്ട്രീയമായിട്ട് നമുക്ക് ചേരാത്ത അഭിപ്രായമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം വരുന്ന സമയത്ത് നമ്മൾ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയത് ശരിയല്ല എന്ന രീതിയിലത്തേക്കൊക്കെ ആരോപിക്കാം. അത് സിനിമയ്ക്ക് മാത്രമല്ല, സാഹിത്യ അവാർഡ്, ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇവിടെ വന്നപ്പോൾ തന്നെ റാം കെയർ ഓഫ് ആനന്ദി എന്നൊരു പുസ്തകത്തിന് അവാർഡ് കിട്ടിയപ്പോൾ ആ പുസ്തകം വായിച്ചവരും വായിക്കാത്തവരും എല്ലാം ആ സമയത്ത് ആ പുസ്തകത്തിനെ വിമർശിക്കാനായിട്ട് പറഞ്ഞിരുന്നത് റാം എന്ന പുസ്തകത്തിന്റെ ടൈറ്റിലുണ്ട്, അതുകൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് എന്നാണ്. അപ്പോൾ നമുക്ക് വിമർശിക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് ചേരുന്ന പ്രമേയമല്ല ഒരു സിനിമ പറയുന്നത് അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടി പറയുന്നത് എങ്കിൽ അതിനനുസരിച്ച് തോന്നുന്ന രീതിയിലത്തേക്ക് പ്രതികരിക്കാൻ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി ആ സ്വാതന്ത്ര്യമാണ് ഒരു ജൂറിയുടെ തീരുമാനത്തിന് മുകളിൽ എന്ന് നമ്മൾ ധരിക്കാതിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ പ്രൊപ്പഗണ്ട സിനിമ എന്ന രീതിയിലത്തേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് പ്രൊപ്പഗണ്ട സിനിമയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കത് വിശ്വസിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതേസമയം അത് ഒരു പ്രൊപ്പഗണ്ട സിനിമയല്ല, അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ജൂറി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ജൂറി അംഗമായിരുന്ന പ്രദീപ് നായർ എന്നയാൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹം പറയുന്നത് ഈ സിനിമ വിവാദമാണ് എങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന വിഷയം, ഒരു സാമൂഹ്യ വിഷയം പ്രസക്തിയുള്ളതാണ് എന്നതായിരുന്നു അതിന്റെ മാനദണ്ഡം. നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാറ്റഗറി അല്ല അത്, മറിച്ച് ഒരു അവാർഡിന് പരിഗണിക്കുന്ന സമയത്ത് നിശ്ചയമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും അവർ ചിന്തിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 2020 എന്നാണ് എനിക്ക് തോന്നുന്നത്, കേരള സംസ്ഥാന സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയായിരുന്നു. ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ പ്രൊപ്പഗണ്ട സിനിമയാണ് എന്നുള്ള വാദമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ആ വാദം അന്ന് അംഗീകരിക്കപ്പെട്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ നിഷ്കളങ്കരായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളുടെ കുടിക്കുന്നതിന് വേണ്ടി ഒരു വീട്ടിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കഴിയുന്ന ഒരു സ്ത്രീ അവിടുത്തെ അടുക്കളയിൽ ഉണ്ടാകുന്ന അഴുക്ക് വെള്ളം ഗ്ലാസ്സിൽ ചായയാണ് എന്ന മട്ടിൽ കൊണ്ടു കൊടുക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അന്ന് പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലുണ്ടായിരുന്ന മതപരമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങൾ, ആ സമയത്ത് ഒരു സിനിമ ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള സിനിമയാണ് എന്ന രീതിയിൽ അത് പ്രൊപ്പഗണ്ട സിനിമയാണ്. അപ്പോൾ പ്രൊപ്പഗണ്ട സിനിമയാണ് അതെന്നും അതിന് അവാർഡ് കിട്ടരുതായിരുന്നു എന്നും വാദിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് കരുതി അതിന് അവാർഡ് കിട്ടാതിരുന്നോ? ഇന്ന് കേരള സ്റ്റോറിയെ വിമർശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും അത് പ്രൊപ്പഗണ്ട സിനിമയാണ്, അന്ന് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നത് പ്രൊപ്പഗണ്ട സിനിമയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സിനിമയെ നിങ്ങൾ അംഗീകരിക്കുന്നു, അതല്ലാത്ത ഒരു സിനിമയെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പരാമർശം, അത് ആ ജൂറി മെമ്പർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മലയാളിയായിട്ടുള്ള ജൂറി മെമ്പർ, അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഈ സിനിമ കേരള സ്റ്റേറ്റിനെ ഡീഫെയിം ചെയ്യുന്നു എന്നുള്ള ഒരു താല്പര്യം, അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം ആ ജൂറിയിൽ പങ്കുവച്ചിരുന്നു. ജൂറിയുടെ ചെയർമാനോടും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാണ്. അതായത് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കരുത്, കാരണം അത് കേരളത്തിനെ ഡീഫെയിം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഡെഫമേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ ട്രൂത്ത് കനോട്ട് ബി ഡെഫമേറ്ററി എന്നാണ്. ആ സിനിമയുടെ ഇതിവൃത്തം എന്താണ്? ഇപ്പൊ എല്ലാവരും പറയുന്നത് പോലെ, അല്ലെങ്കിൽ വിവാദമായതുപോലെ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശമായിരുന്ന കേരളത്തിൽ നിന്ന് 32,000 ആൾക്കാർ IS ചേരാനായിട്ട് പോയി എന്നുള്ളതല്ല ആ സിനിമയുടെ പ്രമേയം. ആ സിനിമ പറയുന്നത് 3-4 പെൺകുട്ടികളുടെ ജീവിതമാണ്. ആ 3-4 പെൺകുട്ടികളുടെ ജീവിതം ശരിയാണോ അല്ലയോ എന്നത് കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ റിയൽ ഇവന്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ, ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് എന്തിന്റെ പേരിലാണ് പറയുന്നത്? ഇപ്പൊ നമുക്ക് തന്നെ ഇവിടെ അറിയാവുന്ന നിമിഷ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ് എന്ന് പറയുന്ന IS പോയിരുന്ന 3 യുവതികളുണ്ട്.
അവരെ പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത് എന്നും മതപരിവർത്തനം നടത്തിയത് ഏത് ഘട്ടത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതേപോലെ ഈ സിനിമയിൽ പറയുന്നത് ശാലിനി, നിമ, ഗീതാഞ്ജലി എന്ന് പറയുന്ന 3 പെൺകുട്ടികളുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ആ സിനിമയുടെ ഇതിവൃത്തത്തിൽ ഈ 32,000 എന്നുള്ള പ്രൊമോഷനും മറ്റുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വാക്കല്ല, മറിച്ച് ആ സിനിമയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യമാണ് തെറ്റ്. റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ആധാരമാക്കിയിട്ടല്ലേ ഇത് ഉണ്ടാക്കിയത്. 2016 നമ്മുടെ 14ാമത് കേരള നിയമസഭയുടെ ഒരു സമ്മേളനം കൂടുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആ അസംബ്ലിയിൽ സമ്മേളനത്തിൽ ഒരു സബ്മിഷൻ കൊണ്ടുവന്നിരുന്നു. ആ സബ്മിഷനിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? കേരളത്തിൽ നിരവധി ഇൻസിഡന്റുകളിൽ IS ചേരാനായിട്ട് കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാൾ, പാലക്കാട് നിന്നുള്ള ആൾക്കാർ, കോഴിക്കോട്ട് നിന്ന് കാസർഗോട്ട് നിന്ന് വളരെ കൂടുതൽ ആൾക്കാർ പോയിട്ടുണ്ട്. ഇതിൽ സർക്കാരിന്റെ പ്രതികരണം എന്താണ് എന്ന് ചോദിക്കുന്നു. ശ്രീ രമേശ് ചെന്നിത്തലയുടെ സബ്മിഷനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് PT തോമസ് ആണ്. PT തോമസ് ഒരു കാര്യം കൂടി അതിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞു. മുംബൈയിലോ മറ്റോ ഉള്ള ഒരു ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള ഒരു സംഘടന അവിടെ ആൾക്കാരെ കൂട്ടുന്നു, എന്നിട്ട് അവർക്ക് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള പരിവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് കോൺഗ്രസിന്റെ ഭാഗമായി. BJP-യിൽ നിന്ന് സംസാരിച്ചത് ശ്രീ O രാജഗോപാലാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് സഭാരേഖകളിലുണ്ട്. 4ാമതായിട്ട് സംസാരിച്ചത് ശ്രീ M രാജഗോപാലിനാണ്. അദ്ദേഹം ഇടതുപക്ഷത്ത് നിന്നുള്ളയാളാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അതിന് മറുപടിയായിട്ട്, ഈ സബ്മിഷന് മറുപടിയായിട്ട് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. 2016 അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ആദ്യ വർഷമാണ്. അദ്ദേഹം സബ്മിഷന് മറുപടിയായിട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്? അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഈ വാർത്തകളെല്ലാം തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. കേരളത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് 17 പേര് പോയിരിക്കുന്നത് കാസർഗോട്ട് നിന്നാണ്. ആ കാസർഗോട്ട് നിന്ന് പോയിരിക്കുന്ന ആൾക്കാരിൽ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. മതപരിവർത്തനം നടത്തിയതിനു ശേഷം അവര് വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം IS ചേർന്നിട്ടുണ്ട്, സിറിയയിൽ പോയിട്ടുണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റിൽ വരുന്നു. ഈ കാര്യങ്ങളെ പറ്റി എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 2023 പുറത്തു വന്നിരുന്ന കേരള സ്റ്റോറി എന്ന സിനിമയുടെ ബേസിക്, അതിന്റെ റോ സ്ക്രിപ്റ്റ് 2016 കേരള നിയമസഭയിൽ പിണറായി വിജയൻ വായിച്ചതിന്റെ ഔദ്യോഗിക രേഖകൾ നമുക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം പ്രൊപ്പഗണ്ടയാണ് എന്ന് കേവലമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം മഞ്ജുഷ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോട്ടെ. അന്ന് ഈ ചർച്ചയിൽ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തിയുള്ള, ഗൗരവമായി കേരളം കരുതേണ്ടുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഈ സബ്മിഷൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത് തന്നെയാണ് ഇപ്പൊ ജൂറി പ്രദീപ് നായരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എവിടെയാണ് പ്രൊപ്പഗണ്ട? VS-ന്റെ പേരും